നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹിന്ദു മതത്തെ പറ്റിയാണ്. ഒരു ചെറിയ താരതമ്യ പഠനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഹിന്ദുമതത്തെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്: ഹിന്ദുമതം പല ഇനം തൊപ്പികൾ സൂക്ഷിക്കുന്ന ഒരു കട പോലെയാണ്. ഏതുതരം തലയുള്ളവനും യോജിക്കുന്ന തൊപ്പി അവിടെയുണ്ട്. എന്നാൽ മറ്റു മതങ്ങളെല്ലാം ഒരേ ഇനം തൊപ്പി സൂക്ഷിക്കുന്ന കടകളാണ്. തൊപ്പിക്ക് യോജിക്കുന്ന തലയുള്ളവനെ അങ്ങോട്ട് ചെല്ലാനാവൂ. സമദർശിയായ ഒരു മഹാത്മാവിന്റെ അഭിപ്രായമാണിത്. പരിമിതമായ ചട്ടക്കൂടിനുള്ളിൽ വ്യക്തിയെയും സമൂഹത്തെയും ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന ദോഷം ഹിന്ദുമതത്തിനില്ല. മറ്റെല്ലാ മതങ്ങൾക്കും അതുണ്ട്. മതനിയമങ്ങളെ ചോദ്യം ചെയ്ത് ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഹിന്ദുമതം നൽകിയിട്ടുണ്ട്. മറ്റു മതങ്ങളിൽ അതില്ല. മതനിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്ന അഭിപ്രായമാണ് ഹിന്ദു മതത്തിനുള്ളത്. മറ്റു മതങ്ങൾ അത് അനുവദിക്കുന്നില്ല. മറ്റു മതങ്ങൾ വ്യക്തിത്വത്തെ മരവിപ്പിച്ച് മതത്തെ നിലനിർത്തുന്നു. ഹിന്ദുമതം വ്യക്തിത്വത്തെ വളർത്തി സ്വതന്ത്രമാക്കുന്നു. മറ്റു മതങ്ങൾ ഈശ്വരനെ ഒരു വ്യക്തിയായി കാണുന്നു. ഹിന്ദുമതം വ്യക്തി തന്നെ ഈശ്വരനാണെന്നറിയുന്നു. മറ്റു മതങ്ങൾ അവരുടെ മാർഗം മാത്രമാണ് സത്യമെന്ന് പ്രഖ്യാപിക്കുന്നു. ഹിന്ദുമതം എല്ലാ മതങ്ങളിലും സത്യം കണ്ടെത്തുന്നു. ഹിന്ദുമതം ഒരു ഭൗതിക ശാസ്ത്രവും അതേസമയം ജീവശാസ്ത്രവുമാണ്. ഇവ രണ്ടും സ്വരൂപിച്ചിരിക്കുന്ന പ്രപഞ്ചശാസ്ത്രവും ഹിന്ദുമതം ചർച്ച ചെയ്ത് സമർത്ഥിക്കുന്നു. ജീവനെ അടിസ്ഥാനമാക്കിയുള്ള സുഖവും വസ്തുവിനെ അടിസ്ഥാനമാക്കിയുള്ള സുഖവും ചർച്ച ചെയ്ത് ശരിയേതെന്ന് നിർദ്ദേശിക്കുന്നു. തീരുമാനിക്കാനും അംഗീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വ്യക്തിക്ക് തന്നെ നൽകിയിരിക്കുന്നു. അല്ലാത്തപക്ഷം വ്യക്തി ഏതെങ്കിലും അഭിപ്രായത്തിന് അടിമയായി തീരും. മറ്റു മതങ്ങളിൽ ഈ ശാസ്ത്രവീക്ഷണവും ദർശന സ്വാതന്ത്ര്യവും കാണുന്നില്ല. മറ്റു മതങ്ങൾ സ്വർഗം വരെ ചെന്നെത്തുന്നതല്ലാതെ മോക്ഷമെന്തെന്ന് വിവരിക്കുന്നില്ല. അതുകൊണ്ട് ദുഃഖസീമയിൽ തന്നെ ജീവിതം അവസാനിക്കുന്നു. മറ്റു മതക്കാർ എല്ലാത്തിലും ഈശ്വരനുണ്ടെന്ന് കാണാത്തതുകൊണ്ട് മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാറ്റിലുമില്ലാത്ത ഈശ്വരൻ അപൂർണനായി പോകുന്നു. ഹിന്ദുമതം സമദർശിത്വമുള്ള സർവവ്യാപിയായ സർവശക്തനായ സർവജ്ഞനായ പൂർണ്ണത്തെ ഈശ്വരനായി കാണുന്നു. മറ്റു മതങ്ങളിലെല്ലാം സൃഷ്ടിയും സൃഷ്ടാവും രണ്ടും രണ്ടാണ്. ഹിന്ദുമതത്തിൽ സൃഷ്ടി തന്നെയാണ് സൃഷ്ടാവും. അദ്വൈതവും തത്വമസിയും എല്ലാം പറയുന്നതും അതുതന്നെയാണ്. വ്യക്തിയെ പരിമിതികളിൽ നിന്ന് അനന്തതയിലേക്ക് വളർത്താനുള്ള ശാസ്ത്രം മറ്റു മതങ്ങൾ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. ഹിന്ദുമതം അത് നിർവഹിച്ചിരിക്കുന്നു. ആ ശാസ്ത്രമാർഗം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തിരിക്കുന്നു. ഹിന്ദുമതത്തിൽ നന്മതിന്മകൾ തുറന്നു ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റു മതങ്ങൾ ആ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല. ഹിന്ദുമതം എല്ലാ മാർഗങ്ങളെയും അംഗീകരിക്കുന്ന മഹാസമുദ്രമാണ്. മറ്റു മതങ്ങൾ നദികളും. ഹിന്ദുമതം ത്രികത്തെയും ത്രിപുടിയെയും കടന്നുപോകുന്നു. മറ്റു മതങ്ങൾ അതിൽ കുടുങ്ങുന്നു. ഹിന്ദുമതം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകാനും സമാധിസ്ഥനാകാനുമുള്ള മാർഗം നിർദ്ദേശിക്കുന്നു. മറ്റു മതങ്ങൾ അങ്ങോട്ട് കടന്നിട്ടേയില്ല. തത്വമസി അത് നീയാകുന്നു എന്നിങ്ങനെ തത്വത്തെയും വ്യക്തിയെയും കാണുന്ന അവസ്ഥയിൽ നിന്നും ഘട്ടം ഘട്ടമായി വളർത്തി പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്നുവരെയുള്ള അനന്തത വരെ വളരുവാൻ വ്യക്തിക്ക് ഹിന്ദുമതം അവകാശവും സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും വിധിനിഷേധങ്ങളും ക്രമമായി വിവരിച്ചിട്ടുണ്ട്. ഈ സങ്കല്പമോ സ്വാതന്ത്ര്യമോ മറ്റു മതങ്ങളിലില്ല. ധർമാധർമ്മങ്ങൾ നിരൂപിക്കേണ്ടയിടത്ത് ആത്മധർമ്മവും ത്യാഗവും നഷ്ടപ്പെടാതെ ഇത്ര ശക്തമായി പ്രതികരിച്ച ധർമ്മസമര സന്ദേശം മറ്റൊരു മതവീക്ഷണത്തിലും സ്ഥാനം പിടിച്ചിട്ടില്ല. ശത്രുമിത്രഭേദം കൂടാതെ ധർമ്മത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യുന്ന ഉത്തമോദാഹരണവും സമദർശിത്വം വിളംബരം ചെയ്യുന്ന മാതൃകയും മറ്റൊരു മതത്തിലും കാണുവാനിടയില്ല. സമൂഹത്തിലെ അസമത്വങ്ങളെയും ദൗർബല്യങ്ങളെയും സ്വജന താല്പര്യവും സ്വാർത്ഥതയും കൂടാതെ നോക്കിക്കാണുന്ന ദർശനവും ഇതുപോലെ മറ്റെങ്ങുമില്ല. മറ്റു മതങ്ങൾ ജീവിതത്തിന്റെ വിവിധ വീക്ഷണത്തിലും സമീപനത്തിലും വളരെ ചുരുങ്ങിയ ചില പശ്ചാത്തലങ്ങൾ മാത്രമേ ആദർശത്തിനു വേണ്ടിയുള്ള ചർച്ചാമാധ്യമമാക്കിയിട്ടുള്ളൂ. എന്നാൽ ഹിന്ദുമതം പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും ദൗർബല്യങ്ങളെയും പശ്ചാത്തലമാക്കി ജീവിത ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട്. പ്രായോഗികമായ പ്രതികരണശേഷി പ്രദാനം ചെയ്യുവാനും മാർഗനിർദ്ദേശം നൽകുവാനും ആദർശശുദ്ധമായ ജീവിതോദാഹരണം ഇതേപോലെ മറ്റെങ്ങുമില്ല. മറ്റു മതങ്ങൾ വിഷയസാധനകളെ വർണ്ണിച്ച് സ്വർഗസുഖം കണ്ടെത്തുന്നു. ഹിന്ദു സർവവും ത്യജിക്കുന്നതിലൂടെ നിത്യസുഖം കണ്ടെത്തുന്നു. ഹിന്ദുമതത്തിൽ
നിത്യത, അനിത്യത എന്നീ തത്വങ്ങൾക്ക് ശാസ്ത്രരീതിയായുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മറ്റു മതങ്ങൾ ഒരുവന്റെ അഭിപ്രായവും മറ്റുള്ളവരുടെ വിശ്വാസവും മാത്രമാണ്. രാഷ്ട്രമീമാംസ, ഗോളശാസ്ത്രം, സൃഷ്ടികർമ്മരഹസ്യം, വൈദ്യശാസ്ത്രം, തർക്കശാസ്ത്രം, വ്യാകരണശാസ്ത്രം, നരവംശശാസ്ത്രം, ജന്തുശാസ്ത്രം, ഉൽപ്പത്തിശാസ്ത്രം, വൃത്തശാസ്ത്രം, അലങ്കാരശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം, രസതന്ത്രം, ഊർജതന്ത്രം, ആണവശാസ്ത്രം, ശബ്ദശാസ്ത്രം, ഭൂമിശാസ്ത്രം, അധ്യാത്മശാസ്ത്രം, ശരീരശാസ്ത്രം, മനഃശാസ്ത്രം, മന്ത്രശാസ്ത്രം, തന്ത്രശാസ്ത്രം, കാമശാസ്ത്രം, മോക്ഷശാസ്ത്രം, തച്ചുശാസ്ത്രം, ധർമ്മശാസ്ത്രം, ഗണിതശാസ്ത്രം, യോഗശാസ്ത്രം എന്നിങ്ങനെ എണ്ണമറ്റ ശാസ്ത്രങ്ങളും 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 108 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും സംഹിതകളും ഇതിഹാസങ്ങളും തത്വങ്ങളും 16,108 ശക്തികളും ത്രിമൂർത്തികളും സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന അവസ്ഥാത്രയം, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ തുടങ്ങിയ ജീവഭാവങ്ങൾ, അകാര, ഉകാര, മകാരാദി പ്രതീകങ്ങൾ തുടങ്ങി അനന്തമായ വിജ്ഞാനശാസ്ത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന വിശ്വപ്രകൃതിയിൽ മനുഷ്യൻ, പിതൃകൾ, ഗന്ധർവന്മാർ, ദേവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, കിന്നരന്മാർ, അപ്സരസുകൾ, ദേവേന്ദ്രൻ, ഉപബ്രഹ്മാക്കൾ എന്നീ പ്രകാരമുള്ള സൂക്ഷ്മലോക വ്യക്തിത്വങ്ങൾ, അവയുടെ അനന്തശക്തികൾ, അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും വിശദമായി വർണ്ണിച്ച് അവസാനമായി ഇവയ്ക്കെല്ലാം ഉൽപ്പത്തിലയന കേന്ദ്രമായ ബ്രഹ്മം, അതിൻ്റെ തന്നെ ശിവൻ എന്ന അന്ധഭാവം, ഇവയെല്ലാം കാട്ടിത്തരുന്ന അനസ്യൂതവും അപ്രമേയവുമായ ഒരത്ഭുത ശാസ്ത്രമാണ് ഹിന്ദുമതം. ഇത്രയും വിശദാംശങ്ങളിലേക്ക് കടന്നാൽ മറ്റു മതങ്ങൾ ഹിന്ദുമതമെന്ന മഹാസമുദ്രത്തെ അപേക്ഷിച്ച് ഒരു ജലകണികയോളവും വലിപ്പം ഉൾക്കൊള്ളുന്നില്ല. ജീവന് ഭൗതിക സത്തയിലുള്ള ബന്ധവും സ്വഭാവവും അതുമൂലമുണ്ടാകുന്ന അനുഭവങ്ങളും ഇടർച്ചയില്ലാതെ മേൽപ്പറഞ്ഞ ഉപാധികളിലൂടെ വർണ്ണിച്ചിരിക്കുന്നു എന്ന സവിശേഷത ഹൈന്ദവ മതശാസ്ത്രത്തിലല്ലാതെ മറ്റൊരിടത്തില്ല. അവസാനമായി ജീവാത്മ പരമൈക്യത്തെ സ്ഥാപിക്കുകയും ത്രിലോകങ്ങളും ചിതാകാശ തത്വത്തിൽ അഥവാ ആത്മാവിൽ നിന്നുണ്ടായി ആത്മാവിൽ ലയിക്കുന്നു എന്നത് തെളിയിക്കുകയും ചെയ്യുന്നു. ഇത് ആധുനിക ശാസ്ത്രചിന്തയെ സമർത്ഥിക്കുകയും വിദൂര സത്തയിലേക്ക് വഴികാട്ടുകയും ചെയ്യുന്നു അത്രേ. പക്ഷഭേദമില്ലാത്ത ധാർമ്മിക ബോധം, സ്വാർത്ഥതയില്ലാത്ത സമീപനം, നിർമത്സരമായ സമരതന്ത്രം, സാമ്രാജ്യമോഹമില്ലാത്ത രാജ്യതന്ത്രജ്ഞത, ഇതിനെല്ലാം പോരുന്ന ഉദാഹരണവും മറ്റൊരിടത്തുമില്ല. അണുജീവി മുതൽ ആഗോളതലം വരെ കൂട്ടിയിണക്കുകയും ഏകത്വം ദർശിക്കുകയും ചെയ്യുന്ന വീക്ഷണവും ഹിന്ദുമതത്തിലല്ലാതെ മറ്റൊരിടത്തും കാണുവാനില്ല. ഇത് വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായ വീക്ഷണമല്ലാതെ വിദ്വേഷത്തിനുള്ള മാർഗമല്ലെന്നറിയുക. What?